അതെന്താ സ്ത്രീകൾക്ക് മാത്രം സൗജന്യയാത്ര? അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടേ സൗജന്യയാത്ര? ഇതിൽ എവിടെയാണ് ഇക്വാളിറ്റി? സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഗവൺമെന്റ് ജോലിയുള്ള ലക്ഷക്കണക്കിന് സാലറി ലഭിക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്തിനാണ് സൗജന്യയാത്ര? പാവപ്പെട്ട സ്ത്രീകളെ കണ്ടുപിടിക്കൂ, എന്നിട്ട് അവർക്ക് സൗജന്യയാത്ര നൽകൂ. കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലും മറ്റും വരുന്ന പ്രധാന ചോദ്യങ്ങളാണിവ. ശരിക്കും എന്തിനാണ് സർക്കാർ ഈ സൗജന്യയാത്ര പദ്ധതി കൊണ്ടുവന്നതെന്ന് പലരുടെയും സംശയമാണ്. UDF അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC സ്ത്രീ സൗജന്യയാത്ര. അതുപ്രകാരം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിൽ പൊതുഗതാഗത സംവിധാനം നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കായ 35 മുതൽ 40% തുടരുമ്പോൾ കുറഞ്ഞ ചെലവിലുള്ള യാത്രാ സൗകര്യം എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. യാത്രാ ചെലവ്, സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ, കണക്ടിവിറ്റിയുടെ അഭാവം എന്നിവ സ്ത്രീകളെ വീടുകളിൽ ഒതുക്കുന്നതിനോ അല്ലെങ്കിൽ കുറഞ്ഞ വേതനമുള്ള ജോലികളിലേക്ക് പരിമിതപ്പെടുത്തുന്നതിനോ ഉള്ള ഘടനാപരമായ തടസ്സങ്ങളായി പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്ത്രീകളുടെ യാത്രാ ചെലവിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ പാടെ മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള ഒട്ടനവധി സംസ്ഥാന സർക്കാരുകൾ സ്ത്രീകൾക്കായി സൗജന്യ ബസ് യാത്രാ പദ്ധതികൾ അവതരിപ്പിച്ചത്. ഡൽഹി, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള മാതൃകാപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവരെ പൊതുജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇത്തരം പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യം. അപ്പോൾ എന്തിനാണ് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്നത്? പലരും ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണിത്. ബേസിക്കലി ഈ പദ്ധതി ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. എത്ര സാമ്പത്തിക ശേഷിയുള്ളവരായാലും പൊതുസമൂഹങ്ങളിലും കുടുംബങ്ങളിലും സ്ത്രീകൾ ഇപ്പോഴും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ നേരിടുന്നുണ്ട്. ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കിയതുപോലെ ഏത് സാമ്പത്തിക വിഭാഗത്തിൽപ്പെട്ടവരായാലും പുരുഷന് ലഭിക്കുന്ന പരിഗണനയോ സ്വാതന്ത്ര്യമോ പലപ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. ഒരു സ്ത്രീക്ക് പണം ഉണ്ടെങ്കിലും യാത്ര ചെയ്യാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കുടുംബത്തിലോ സമൂഹത്തിലോ നിഷേധിക്കപ്പെടാം. ലിംഗപരമായി ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നതാണ് എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പലപ്പോഴും സാമ്പത്തിക അസ്ഥിരത മൂലം യാത്രകൾ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സൗജന്യ യാത്ര അനുവദിക്കുന്നതോടെ ഇത്തരം തടസ്സങ്ങൾ നീങ്ങുകയും അവർക്ക് കൂടുതൽ അവസരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സാമൂഹികമായി നേരിടുന്ന വിവേചനം വളരെ വലുതാണ്. പൊതുഗതാഗതത്തിൽ അവർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സമൂഹത്തിൽ അവർക്കും തുല്യമായ ഇടമുണ്ടെന്നും അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവകാശമുണ്ടെന്നും ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. കൂടുതൽ സ്ത്രീകൾ പൊതുയിടങ്ങളിൽ സജീവമാകുമ്പോൾ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയും വികസനവും സാധ്യമാകുന്നു. സൗജന്യ യാത്ര എന്നത് ഒരു ആനുകൂല്യമല്ല, മറിച്ച് ഇത് അർഹമായ അവകാശമാണ്. അംബേദ്കർ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിന്റെ പുരോഗതി ഞാൻ അളക്കുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകൾ കൈവരിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ്.